അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ വിലപ്പെട്ട ദിനരാത്രികൾ നമ്മളൊന്ന് വിട പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും റജബ് മാസത്തെ മുതലെടുക്കാൻ, റജബിന്റെ മഹത്വം അറിഞ്ഞ്, റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇസ്തിഗ്ഫാർ, നാം ചെയ്ത പാവങ്ങളൊക്കെയും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അവകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മാഫ് ലഭിച്ച് നല്ലൊരു വ്യക്തി ജീവിതം എനിക്ക് ലഭിക്കണമെന്ന് അതിമോഹം നമുക്കൊക്കെയും ഉണ്ടാവണം. അള്ളാഹുവിന്റെ മാസമാകുന്ന റജബിനെ ബഹുമാനിച്ച് നമുക്ക് അള്ളാഹുവിന്റെ ബഹുമാനം ഇങ്ങോട്ട്, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ച് നമുക്ക് ഇരു ലോകത്തും വിജയിക്കണമെന്ന ലക്ഷ്യം ഓരോരുത്തരുടെ മനസ്സിൽ ഉദിച്ചു വരണം. അള്ളാഹു താല അത്തരത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. ഇന്ന് ശനിയാഴ്ച രാവായതുകൊണ്ട് ഇന്ന് ചൊല്ലേണ്ടത് പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഫത്താഹ് എന്ന ഇസ്മാണ്. 71 തവണയാണ് ഇതിന്റെ അതത്. ഈ ഒരു ഇസ്മിന്റെ അർത്ഥം എല്ലാ വിജയങ്ങളുടെ നിധി കട്ടകൾ തുറന്നു തരുന്നവൻ. അത്രയും ബഹുമാനത്തോടുകൂടെയാണ് ഈ ഒരു ഫത്താഹി എന്ന ഇസ്മിന് മഹാന്മാർ അർത്ഥവ്യാഖ്യാനം കൊടുത്തത്. ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. സർവ്വ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ തുടങ്ങി വെച്ച കാര്യങ്ങളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും അള്ളാഹുത്തല എളുപ്പമാക്കി കൊടുക്കും. അദ്ദേഹത്തിന്റെ ഹൃദയം അള്ളാഹുത്തല പ്രകാശിപ്പിക്കും. അവന്റെ നൂറുകൊണ്ട് അവന്റെ ഹൃദയത്തെ അള്ളാഹുത്തല പ്രകാശിപ്പിക്കും. അതുമാത്രമല്ല, വിജയങ്ങളുടെ വഴികൾ അള്ളാഹുത്തല അവനെ തുറന്നു കൊടുക്കും. വരുമാന മാർഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. വരുമാനം വർദ്ധിക്കും. അതേപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കും, ധനം വർദ്ധിക്കും. ഇസ്സത്തുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുത്തല അവന് കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ് ഫത്താഹി എന്ന ഇസ്മ. എല്ലാവരും കൂടെ 71 തവണ ഏറ്റു ചൊല്ലണം. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ ഫത്താഹു യാ അല്ലാഹ്, 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 يا فتاح يا الله، 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 يا فتاح يا الله،
يا فتاح يا الله 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നമുക്കിനി റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ആ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് നാരിയത്തു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. എല്ലാവരും കൂടെ ഈ ഒരു ഇസ്തിഗ്ഫാർ കൂടെ ഏറ്റു ചൊല്ലണം. ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ശരീരം നരകം സ്പർശിക്കില്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിന് നരകത്തിലിടില്ലെന്ന് വലാ തമസ്സുഹുന്നാർ ബിബറക്കത്തി റജബ്. റജബ് മാസത്തിനെ ബഹുമാനിച്ച് ഈ ഒരു ദിക്ർ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ 70 തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവന്റെ ശരീരത്തെ നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ നമ്മുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹ് നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ് നമ്മുടെ പാവങ്ങളൊക്കെയും നീ പുറത്തു തന്നു ഈ ലോകത്തും നമുക്ക് വിജയിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണം റഹ്മാനേ. എല്ലാവരും കൂടെ നാരിയത്ത് സ്വലാത്ത് ഒറ്റ ചൊല്ലണം. 11 തവണ വീതമാണ് അതിന്റെ കണക്ക്. ഒരാ ദിവസവും നാരിയത്ത് സ്വലാത്ത് 11 തവണ വീതം പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ മുറാദുകൾ സർവ്വ ആവശ്യങ്ങൾ അല്ലാഹു തആല വീട്ടിക്കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. നാം വിചാരിക്കുന്നതിലപ്പുറം നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ. അല്ലാഹു തആല അത്തരത്തിൽ ദുനിയാവും ആഖിറവും സ്വലാത്ത് ചൊല്ലി വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മജ്ലിസിൽ നിരന്തരം പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ഉണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഒരു ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല കൂട്ടത്തിൽ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ചൊല്ലിയ ദിക്റും സ്വലാത്തുകൾ നീ സ്വീകരിച്ച് അതിന്റെ മിസ്ൽ തവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ അല്ലാഹുവേ അവിടുത്തെ മാതാപിതാക്കളുടെ, അവിടുത്തെ ഉപ്പാപ്പമാരും ഉമ്മാമമാരുടെ എല്ലാവരുടെയും ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമമാരുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, പ്രത്യേകിച്ച് ഗൗസുൽ അഅ്ലം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്കും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്കും ഖാജാ തങ്ങളുടെ ഹളറത്തിലേക്കും അഹ്മദ് ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്കും അല്ലാഹുവേ ശൈഖുനാസി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്കും ഇതിനെ സവാബെത്തിച്ചു കൊടുക്കണമല്ലോ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹളറാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ചൊല്ലുന്ന ദിക്ർ, ചൊല്ലുന്നേറ്റ് ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവരുടെയും ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ. അല്ലാഹുവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, ബന്ധപ്പെട്ടവർ, മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, അവരുടെ കുടുംബക്കാർ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ
പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. എല്ലാ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെയ്തു കൂട്ടി എല്ലാ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ. നീ അഫൂ ചെയ്യണമല്ലോ. റഹ്മത്ത് ചെയ്യണമല്ലോ. നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നീ ബറക്കത്ത് ചെയ്യണമല്ലോ. സലീമായ കൽബ് നൽകണം റഹ്മാനെ. വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം അല്ലാ. അല്ലാഹുവേ സലീമായ കൽബ് നൽകണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, ദേഷ്യമില്ലാതെ, അസൂയയില്ലാതെ, കിബറില്ലാതെ, വഞ്ചനയില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ, ആരെയും നോവിക്കാതെ, ആരെ കുറിച്ചും ഒന്നും പറയാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകണം അല്ലാ. അല്ലാഹു ആരെയും വേദനിപ്പിക്കാത്ത നല്ലൊരു ജീവിതം നൽകണം റഹ്മാനെ. സലീമായ കൽബ് നൽകണം റഹ്മാനെ. നല്ല മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. അല്ലാ, നമുക്ക് നിനക്ക് വേണ്ടി നിർവഹിക്കുന്ന ഓരോ ആരാധനകൾ, പ്രത്യേകിച്ച് നിസ്കാരങ്ങളിലടക്കം ഇഖ്ലാസ് നൽകണം റഹ്മാനെ. ഭക്തി നൽകണം റഹ്മാനെ. ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളിൽ, സർവ്വ ആരാധനകളിൽ ഇഖ്ലാസും ഭക്തിയും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മഅ്ശറയിലെത്തുമ്പോൾ നാം ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ള ആക്കരുത് അല്ലാഹ്. ചെയ്യുന്ന ഓരോ ആരാധനകൾ ഇഖ്ലാസോട് കൂടെ നീ സ്വീകരിക്കുന്ന മലകളാക്കണം റഹ്മാനെ. നമ്മുടെ അമല് കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അമല് പോലും നിന്റെ പ്രീതി ആശിച്ച് നിന്നെ മാത്രം ചിന്തിച്ച് ചെയ്ത ഒരു അമലും ഇല്ല അല്ലാഹ്. നമുക്ക് രക്ഷപ്പെടാൻ നിന്റെ റഹ്മത്തും നിന്റെ മുത്തായ തങ്ങളെ റഹ്മത്ത് കൊണ്ടല്ലാതെ, തങ്ങളുടെ നോട്ടം കൊണ്ടല്ലാതെ, തങ്ങളുടെ സഹായം കൊണ്ടല്ലാതെ, തങ്ങളുടെ ശുപാർശ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമില്ല റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ശരീരത്തേക്കാൾ നേരെ മുത്തായ തങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അവിടുത്തെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഇരുത്തത്തിലും നടത്തത്തിലും എല്ലാത്തിലും നമുക്ക് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഓരോ നാളുകളിൽ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലാ. ഹിദായത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും സജ്ജനങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി മരണം വരേക്കും ജീവിക്കാൻ, ഈമാനോടെ മരിച്ച് സ്വർഗപ്രവേശനം ലഭിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ സന്താനങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ആരെയും ഉസ്താദന്മാരെയും എല്ലാവരെയും നീ സുന്നത്ത് ജമാഅത്തിലായി തന്നെ മരണം വരേക്കും നിലനിർത്തണം റഹ്മാനെ. അല്ലാഹുവേ, പുത്തൻവാദികളാക്കല്ലേ അല്ലാ, വഹാബികളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നീ നരകം വിധിക്കപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ. കള്ളുകുടിയന്മാരാക്കല്ലേ അല്ലാ. വിചാരികളാക്കല്ലേ അല്ലാ. മയക്കുമരുന്ന് കഴിക്കുന്നവരാക്കല്ലേ അല്ലാ. നീ നിഷിദ്ധമാക്കിയ സർവ്വതിൽ നിന്നും വിട്ടു നിൽക്കാനും, അല്ലാഹുവേ, നീ ചെയ്യാൻ കൽപ്പിച്ച സർവ്വ പ്രവർത്തനങ്ങളും ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണം അല്ലാ. തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പാവങ്ങളായ നമ്മുടെ ജീവിതം നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നന്നാക്കണം അല്ലാ. നമ്മുടെ ബാഹ്യവും ആന്തരികവും നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നല്ല സ്വഭാവത്തോടെ ജീവിച്ച് ഓരോ സെക്കൻഡുകൾ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ദിക്റിലും സ്വലാത്തിലുമായി കൂടാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ദൂഷിച്ച മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നമുക്കത് അറിയിച്ചു തന്നു മരണത്തിന് വേണ്ടി ഒരുങ്ങാനും പരിശുദ്ധ മദീനയിൽ ചെല്ലാനും അവിടെ ചെന്ന് ഒരുപാടേറെ സ്വലാത്തുകൾ ചൊല്ലി ഒടുവിൽ അവിടുത്തെ മുഖം കണ്ട് ഈമാനോടെ മരിക്കാൻ പാപികളായ നമുക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാൻ.
ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാൻ, പരിശുദ്ധ മദീനയുടെ മണ്ണ് മുത്തം കൊടുത്ത് കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അതിന് പറ്റിയൊരു ജീവിതം നമുക്ക് നൽകണം റഹ്മാനെ. തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ജീവിതം നൽകണം റഹ്മാനെ. സ്വലാത്ത് പെറുപ്പിച്ച് ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. ഭാഗ്യമില്ലാത്തവരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തായ തങ്ങളെ പൂമുഖം സ്വപ്നത്തിലും യഖ്ളത്തിലും ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം വിധി കിട്ടണം റഹ്മാനെ. ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എന്തെല്ലാം രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഭർത്താവിന്, ഭാര്യക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പാവങ്ങളായ എന്റെ കഠിനമായ രോഗമാണ് ക്യാൻസർ എന്നുള്ളത്. ആ രോഗം തന്നാരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അത്തരത്തിലുള്ള പരീക്ഷണത്തിൽ അകപ്പെട്ടവർക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. ചിരായ ശിഫ നൽകണം അല്ലാഹ്. തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണം അല്ലാഹ്. തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണം അല്ലാഹ്. അജിലായ ശിഫ കൊടുക്കണം അല്ലാഹ്. പരിപൂർണമായ ശിഫ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് മടങ്ങാനും അല്ലാഹ് പഴയതുപോലെ ഇബാദത്തെടുക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാനും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനും അല്ലാഹ് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഖൈറായ നല്ല ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല ജോലി നൽകണം റഹ്മാനെ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ തുടച്ച് മാറ്റണം അല്ലാഹ്. തുടച്ച് മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, ദാക്കിരീങ്ങളിൽ, ഷാക്കിരീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. മുത്തായ തങ്ങളെ മാദിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹ്, അവിടുത്തെ ആശിഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹ്, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല വീട് നൽകണം അല്ലാഹ്. സന്തോഷമുള്ള ബറക്കത്തുള്ള നല്ല വീട് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ തീർക്കാനുള്ള സഹിലായ വഴി നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന നല്ല മക്കളെ നൽകണം റഹ്മാനെ. നല്ല മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സ് നന്നാക്കണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാനെ. റാഹത്തോടെ എത്രയും പെട്ടെന്ന് അല്ലാഹ് ഇണകളെ ശരിപ്പെടുത്തി അല്ലാഹ് അവർക്ക് അനുയോജനകളെ നീ കാണിച്ചു കൊടുത്ത് എല്ലാം പെട്ടെന്ന് റെഡിയായി വിവാഹിതരാവാൻ അവർക്കെല്ലാം നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹ്, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹത്തന്മാരായ സന്താനങ്ങളെ നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന, നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന നല്ല മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗം വരെ എത്തിക്കാവുന്ന നല്ല മക്കളെ നൽകണം റഹ്മാനെ. ആലിമീങ്ങളാക്കണം അല്ലാഹ്. അല്ലാഹ്, നല്ല ബുദ്ധിശക്തി കൊടുക്കണം റഹ്മാനെ. ഓർമ്മശക്തി നൽകണം റഹ്മാനെ. 2 വിദ്യകൾ കരസ്ഥമാക്കാനുള്ള നല്ല ശക്തിയും നല്ല ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. തങ്ങളെ എന്നും ഓർത്ത് ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. അവിടുത്തെ സ്വപ്നത്തിലും യഖ്ളത്തിലും ഒരുപാട് തവണ ദർശിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم